ഹായ് ഓൾ, ഗുഡ് ആഫ്റ്റർനൂൺ. വീഡിയോസ് ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കാവോ? ഹിബ, കാർത്തിക്, അനീന ഓഡിയബിൾ ആണോ? ഓക്കെ. അപ്പം GSTR1 ഓൺലൈൻ ഫയലിംഗ് ചെയ്തായിരുന്നോ? ചെയ്തായിരുന്നോ? ഹിബ, കാർത്തിക്. അതിലെ B2Cയില് ഇന്നലെ മറ്റേ ഇൻവാലിഡ് ആയിട്ട് എനിക്ക് കാണിച്ചത്. ഇൻവാലിഡ് ആയിട്ടാണോ കാണിച്ചത്? ചിലപ്പോ ഡേറ്റിന്റെ ആ ഒരു ഫോർമാറ്റ് മാറിപ്പോയത് കൊണ്ടായിരിക്കുവേ. ആദ്യം നമ്മൾ മന്ത് കൊടുക്കുക, ഡേ കൊടുക്കുക, എന്നിട്ട് വേണം ഇയർ കൊടുക്കാൻ. അതുകൊണ്ടായിരിക്കും എറർ വന്നത്. B2B കറക്റ്റ് ആയിരുന്നു, പക്ഷെ B2Cയിലാണ്. ആണോ? രണ്ടും ചെയ്യാൻ പറ്റിയില്ലേ? B2B അത് ശരിയായിരുന്നു, B2Cയിലായിരുന്നു. രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നോ? ഇല്ല പറ്റിയില്ലായിരുന്നു. ആണോ? ഓക്കെ. നോക്കാവേ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് GSTR3B ആ. GSTR3B എന്താന്നറിയാവോ? എന്താ GSTR3B? അനീനക്കറിയാവോ GSTR3B? GSTR3B എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമ്മറി ഓഫ് ഔട്ട്പെയ്ഡ് സപ്ലൈസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിംഡ് ആൻഡ് GST പേയ്മെന്റ്. നമ്മുടെ GSTR1 എന്ന് പറഞ്ഞാല് ഔട്ട്പെയ്ഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് ആണ്. GSTR3B എന്ന് പറയുമ്പോൾ ആ ഡീറ്റെയിൽസിന്റെ ഒക്കെ ഒരു സമ്മറി, ജസ്റ്റ് നമ്മൾ ഓരോരോ ഇൻവോയ്സസ് എന്ത് ചെയ്തായിരുന്നു GSTR1 എൻ്റർ ചെയ്ത് കൊടുത്തായിരുന്നു. പക്ഷെ GSTR3B വരുമ്പോൾ അതിന്റെ സമ്മറി കൊടുത്താൽ മതി. ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ ടാക്സിബിൾ വാല്യൂ, ടോട്ടൽ IGST, ടോട്ടൽ CGST, ടോട്ടൽ SGST, അതിന്റെ ഒരു സമ്മറി മാത്രം കൊടുത്താൽ മതി. പിന്നെ വരുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിംഡ്. നമുക്ക് എത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ആണെന്നുള്ളത് എവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം? നമ്മുടെ GSTR3B എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പം പിന്നെ ഉള്ളത് GST പേയബിൾ. നമ്മൾ GSTയുടെ പേയ്മെന്റ്, എന്തെങ്കിലും ബാലൻസ് എമൗണ്ട് നമ്മൾ GST ആയിട്ട് പേ ചെയ്യാനുണ്ടെങ്കിൽ അത് പേ ചെയ്യാം. ഇതിനെയാണ് നമ്മൾ GSTR3B കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? അപ്പം GSTR3B ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ട്വേർഡ് സപ്ലൈസിന്റെ സമ്മറി എൻ്റർ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തേതാണ് GSTR2Aയും നമ്മുടെ പർച്ചേസ് രജിസ്റ്ററും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. GSTR2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് GSTR2A. നമ്മുടെ ഇൻവേർഡ് സപ്ലൈസിന്റെ ഡീറ്റെയിൽസ് ആണ് GSTR2A ഉള്ളത്. ഓക്കെ ആണോ? ഇൻവേർഡ് സപ്ലൈസിന്റെ, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് ആണ് GSTR2A വരുന്നത്. അതിപ്പോ നമ്മൾ ഫയൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതെന്ത് വരും? ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആയിക്കോളും. അപ്പം ഞാൻ ഒരു കമ്പനി നടത്തുവാണെങ്കിൽ ഞാൻ എന്റെ GSTR1 ഫയൽ ചെയ്തു. അപ്പൊ അനീന ഒരു രജിസ്റ്റേർഡ് സപ്ലയർ ആണെങ്കിൽ അനീന എന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ഇൻവോയ്സ് കഴിഞ്ഞ ദിവസം B2B സെയിൽസ് റെക്കോർഡ് ചെയ്ത് കാണിച്ചില്ലായിരുന്നോ? അപ്പൊ അനീനയുടെ GST നമ്പർ ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ആ ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തത്. അപ്പം ഞാൻ എന്റെ സെയിൽസിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ എന്താവും? അനീനയുടെ പർച്ചേസ് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ലോഡ് ആവും. ഓക്കെ ആണോ? അപ്പം അനീനയ്ക്ക് GSTR2A ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ. മനസ്സിലായോ എങ്ങനെയാ വരുന്നത്? GSTR2A ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെയാ വരുന്നത് മനസ്സിലായോ? ഞാൻ എന്റെ സെയിൽസ് റെക്കോർഡ് ചെയ്യുന്ന സെയിം സമയത്ത് എന്ത് റെക്കോർഡ് ആവുന്നുണ്ട്? അനീനയുടെ പർച്ചേസ് റെക്കോർഡ് ആവുന്നുണ്ട്. ഓക്കെ ആണോ? മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ ആ ഒരു GST പേയ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പേ ചെയ്യണം. അതാണ് GSTR3B നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ചെയ്യാനുള്ള 3 കാര്യങ്ങൾ. ഓക്കെ അല്ലേ? നമ്മുടെ പർച്ചേസ് രജിസ്റ്ററും അതുപോലെ തന്നെ GSTR2Aയും കമ്പയർ ചെയ്ത് നോക്കണം. അതിലുള്ള സെയിം കാര്യങ്ങൾ തന്നെ റെക്കോർഡ് ആയിട്ടുണ്ടോ എന്നുള്ളത്
നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പർച്ചേസിന്റെ ഡീറ്റെയിൽ റെക്കോർഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ അത് ആരുടെ അടുത്ത് നിന്നാണോ പർച്ചേസ് ചെയ്തത് അവര് ആ GSTR1 എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു സെയിൽസ് റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ആ ഒരു പാർട്ടീനെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയാ നെക്സ്റ്റ് റിട്ടേൺസിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു പർച്ചേസും കൂടെ റെക്കോർഡ് ചെയ്യണം എന്ന് പറയണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നെക്സ്റ്റ് പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ITCയും കൂടെ ക്ലെയിം ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് GSTR3B ഞാനൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സ്ക്രീൻ ഷെയർ ചെയ്യാൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ പ്രാക്ടീസ് പോർട്ടലിലോട്ട് ലോഗിൻ ചെയ്തിട്ട് നമ്മളിവിടെ ഫിൽറ്ററിൽ പോയിട്ട് GSTR3B സെലക്ട് ചെയ്ത് കൊടുക്കുക. GSTR3B സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ K&J ഷോപ്പ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. K&J ഷോപ്പ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കാണിക്കാം. ആണ് K&J എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ 3 ഫയൽസ് കാണാൻ പറ്റും. ഒരെണ്ണം നമ്മുടെ K&J ഷോപ്പിന്റെ ലോഗിൻ ക്രെഡൻഷ്യൽസ്, രണ്ടാമത്തേത് നമ്മുടെ ഇൻവോയ്സ് ഡീറ്റെയിൽസ്, നമ്മൾ ഇതിൽ കണ്ട പർച്ചേസ് രജിസ്റ്റർ, സെയിൽസ് രജിസ്റ്റർ ഒക്കെ ഉള്ള ആ ഒരു ഇൻവോയ്സ് ഡീറ്റെയിൽസ്. പിന്നെ വരുന്നതാണ് GSTR2B. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, GST സൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ട്ലി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റും. അപ്പൊ ഞാൻ ഫയലിംഗ് ചെയ്യുന്ന സമയത്ത് അത് കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ KJ ഷോപ്പിന്റെ കേസ് സ്റ്റഡി ഓപ്പൺ ചെയ്യുവാണ്. അതുപോലെ GSTR2B ഓപ്പൺ ചെയ്തു. GSTR2B ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ITC അവൈലബിൾ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ, ഒരു ഷീറ്റ് കാണാം. ITC അവൈലബിൾ ആണ് നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉള്ളത്. ITC അവൈലബിൾ ആണ് നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു ITC ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷീറ്റ് യൂസ് ചെയ്തിട്ട് വേണം ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഇൻവോയ്സ് പർച്ചേസ് ഷോപ്പിന് നേരെ റൺ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ നമ്മുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഇവിടെ പാസ്വേഡ് തന്നിട്ടുണ്ട് KJ_2022. ഞാനിത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുവാണ്. ഈ പാസ്വേഡ്
K5/2022. ലോഗിൻ ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എങ്ങോട്ടായിരിക്കും പോകണ്ടേ? ഇവിടുന്ന് നമ്മൾ എന്തായിരിക്കും സെലക്ട് ചെയ്ത് കൊടുക്കണ്ടേ? ഈ സ്ക്രീനിൽ നിന്ന് എന്തായിരിക്കും സെലക്ട് ചെയ്ത് കൊടുക്കണ്ടേ? റിട്ടേൺ ഡാഷ്ബോർഡ്. നമ്മള് റിട്ടേൺ ഡാഷ്ബോർഡിലോട്ട് പോവാം. റിട്ടേൺ ഡാഷ്ബോർഡിൽ പോയി ലോഡ് ആവുന്നേ. ഓക്കെ, ഇവിടുന്ന് ഫിനാൻഷ്യൽ ഇയർ, ക്വാർട്ടർ, പീരീഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഫിനാൻഷ്യൽ ഇയറും ക്വാർട്ടറും തന്നേക്കുന്നത് 2022-23 ഫിനാൻഷ്യൽ ഇയറും ഒക്ടോബർ മന്തുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ ഇയറും ക്വാർട്ടറും വരുന്നത് 2022-23 ഫിനാൻഷ്യൽ ഇയർ, ക്വാർട്ടർ 3, പീരീഡ് വന്നിരിക്കുന്നത് ഒക്ടോബർ. 2022-23 ഫിനാൻഷ്യൽ ഇയർ എടുത്തു, ക്വാർട്ടർ 3 കൊടുത്തു, പീരീഡ് ഒക്ടോബർ കൊടുത്തു, സെർച്ച് കൊടുത്തപ്പോൾ ഇവിടെ സക്സസ് മെസ്സേജ് വന്നു. ഇനി താഴോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മുടെ റിട്ടേൺസ് എല്ലാം കാണാൻ പറ്റും. നമ്മൾ ഇന്നലെ ചെയ്ത് GSTR 1, GSTR 2A ഓട്ടോ ഡ്രാഫ്റ്റ് ഡീറ്റെയിൽസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യൂ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനേ പറ്റുള്ളൂ. പ്രിപ്പയർ ഓൺലൈനോ ഓഫ്ലൈനോ ഒന്നും ഇല്ല, വ്യൂ ആൻഡ് ഡൗൺലോഡേ ഉള്ളൂ. അതുപോലെ തന്നെ GSTR 2B ഓട്ടോ ഡ്രാഫ്റ്റഡ് ITC സ്റ്റേറ്റ്മെന്റ് ഫോർ ദ മന്ത്, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യൂ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അടുത്തതാണ് GSTR 3B മന്ത്ലി റിട്ടേൺ. GSTR 3B മന്ത്ലി റിട്ടേൺ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഫയൽ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? GSTR 3Bയില് പ്രിപ്പയർ ഓൺലൈൻ കൊടുക്കാം. GSTR 3Bയില് പ്രിപ്പയർ ഓൺലൈൻ. GSTR 3Bയില് നമ്മൾ പ്രിപ്പയർ ഓൺലൈൻ കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മുടെ ഔട്ട്വേഡ് സപ്ലൈസിന്റെ ആ ഒരു സമ്മറി എൻ്റർ ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മുടെ ഔട്ട്വേഡ് സപ്ലൈസിന്റെ സമ്മറി എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനിവിടെ കണ്ടോ ടാക്സ് ഓൺ ഔട്ട്വേഡ് ആൻഡ് റിവേഴ്സ് ചാർജ് ഇൻവേർഡ് സപ്ലൈസ് കൊടുത്തേക്കുന്നത്. ടാക്സ് ഓൺ ഔട്ട്വേഡ് ആൻഡ് റിവേഴ്സ് ചാർജ് ഇൻവേർഡ് സപ്ലൈസ് ഇത് സെലക്ട് ചെയ്യാം. ടാക്സ് ഓൺ ഔട്ട്വേഡ് ആൻഡ് റിവേഴ്സ് ചാർജ് ഇൻവേർഡ് സപ്ലൈസ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റാസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പം ഔട്ട്വേഡ് ടാക്സബിൾ സപ്ലൈസ് അതർ ദാൻ സീറോ റേറ്റഡ്, നിൽ റേറ്റഡ് ആൻഡ് എക്സംപ്റ്റഡ്. നമ്മുടെ സെയിൽസിന്റെ ആ ഒരു സെയിൽസ് രജിസ്റ്ററിൽ പോയിട്ട് സീറോ റേറ്റഡ്, നിൽ റേറ്റഡ് ആൻഡ് എക്സംപ്റ്റഡ് അല്ലാത്ത ബാക്കിയുള്ള ആ ഒരു സെയിൽസിന്റെ ടോട്ടൽ ടാക്സബിൾ വാല്യൂ IGST, CGST, SGST, സെസ് നമ്മളിവിടെ കൊടുക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇൻവോയ്സ് ഡീറ്റെയിൽസിൽ പോവാം. ഇൻവോയ്സ് ഡീറ്റെയിൽസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫിൽറ്റർ കൊടുത്തിട്ട് ഇൻവോയ്സ് ടൈപ്പിൽ നമ്മൾ ഫിൽറ്റർ കൊടുക്കുക. എന്നിട്ട് എക്സംപ്റ്റഡ് സെയിൽസും എക്സ്പോർട്ട് സെയിൽസും എന്ത് ചെയ്യുക? അൺടിക്ക് ചെയ്ത് കൊടുക്കുക. എക്സംപ്റ്റഡ് സെയിൽസും എക്സ്പോർട്ട് സെയിൽസും അൺടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വന്നു? GST സെയിൽസ് മാത്രം വന്നു. GST സെയിൽസ്. ഇനി നമുക്ക് ഇവിടുന്ന് ടാക്സിബിൾ വാല്യൂന്റെ ടോട്ടൽ നോക്കാം. ടാക്സിബിൾ വാല്യൂന്റെ ടോട്ടൽ നോക്കാനായിട്ട് ഈ ഒരു സെൽസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നമുക്ക് കാണാൻ പറ്റും 42,300 ആണ് നമ്മുടെ 4,23,000 ആണ് നമ്മുടെ ടാക്സിബിൾ വാല്യൂയുടെ ടോട്ടൽ വരുന്നത്. ടാക്സിബിൾ വാല്യൂയുടെ ടോട്ടൽ 4,23,000 ആണ്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാം? ടോട്ടൽ ടാക്സിബിൾ വാല്യൂ 4,23,000 കൊടുത്തു. 4,23,000 കൊടുത്തു. ഇനി IGST ഈ 4,23,000 നമ്മൾ എത്ര IGST പേ ചെയ്യണം എന്നാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ IGST ടോട്ടൽ നോക്കാം. 9,680 ആണ് വരുന്നത്. 9,680. നമ്മൾ IGST അവിടെ 9,680 കൊടുത്തു. അതുപോലെ തന്നെ CGSTയും SGSTയും. CGST ടോട്ടല് 23,500 ആണ്. SGST ടോട്ടലും 23,500 ആണ്. CGST 23,500, SGSTയും 23,500. അപ്പൊ സെസ് ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ 0 കൊടുത്തു. സെസ് ഇല്ലാത്തത് കൊണ്ട് 0 കൊടുത്തു. അടുത്തതാണ് ഔട്ട്വേഡ് ടാക്സിബിൾ സപ്ലൈസ്. ഔട്ട്വേഡ് ടാക്സിബിൾ സപ്ലൈസ് സീറോ റേറ്റഡ്. സീറോ റേറ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? എക്സ്പോർട്സ് ആയിരിക്കും നമ്മൾ സീറോ റേറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ആണോ?
എക്സ്പോർട്സിന്റെ ആ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്രയും ഓക്കെ ആണോ ഹിബ, നീന, കാർത്തിക്? ഓക്കെ, അപ്പൊ നമ്മൾ നേരെ എങ്ങോട്ട് വരുക? ആ ഒരു സെയിൽസ് രജിസ്റ്ററിൽ വന്നു. ഇൻവോയ്സ് ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യുക? GST സെയിൽസും ബ്ലാങ്കും അൺടിക്ക് ചെയ്തിട്ട് എക്സ്പോർട്സ് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. എക്സ്പോർട്സ് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? ടാക്സിബിൾ വാല്യൂയുടെ ടോട്ടൽ ഇത് രണ്ട് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ 41,000 ആണ് ടാക്സിബിൾ വാല്യൂയുടെ ടോട്ടൽ വരുന്നത്. 41,000. അപ്പൊ നമ്മൾ ഇവിടെ 41,000 എൻ്റർ ചെയ്തു. IGST ഒന്നുമില്ല, നമ്മൾ 0 കൊടുത്തു. സെസ്സും ഇല്ല, 0 കൊടുത്തു. ഇനിയാണ് അതർ ഔട്ട്വേഡ് സപ്ലൈസ് നിൽ റേറ്റഡ് ഓർ എക്സംപ്റ്റഡ്. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എക്സംപ്റ്റഡിന്റെ ടോട്ടൽ ടാക്സിബിൾ വാല്യൂ കണ്ടുപിടിക്കണം. എക്സംപ്റ്റഡിന്റെ ടോട്ടൽ ടാക്സിബിൾ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ നേരെ ഇൻവോയ്സ് ഡീറ്റെയിൽസിലോട്ട് വന്നു. ഇൻവോയ്സ് ടൈപ്പ് എക്സ്പോർട്ട് സെയിൽസ് അൺടിക്ക് ചെയ്തു, എക്സംപ്റ്റഡ് സെയിൽസ് കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് 2 എക്സംപ്റ്റഡ് സെയിൽസ് മാത്രം സെലക്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ടാക്സിബിൾ വാല്യൂയുടെ ടോട്ടൽ 58,000 ആണ്. ഞാനിവിടെ 58,000 എൻ്റർ ചെയ്ത് കൊടുത്തു. ഇത്ര ഓക്കെ ആണോ? മൂന്ന് ഡീറ്റെയിൽസ് ചെയ്യുന്നത് ഇനി എന്ത് ചെയ്യുക? ഇൻവേഡ് സപ്ലൈസ് നമുക്ക് പറഞ്ഞിട്ടില്ല. നോൺ GST ഔട്ട്വേഡ് സപ്ലൈസ് നമുക്ക് ഹോസ്റ്റലിൽ ഈ ഒരു സ്ക്രീനിന്റെ ഫോട്ടോ ഇപ്പൊ ഓഡിബിൾ ആണോ? അപ്പം ഇത് നമ്മൾ ഇത്രയും ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിയുമ്പോൾ സക്സസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്കിലോട്ട് പോകും. സക്സസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്കിലോട്ട് പോകും. ഇനി എന്ത് ചെയ്യുക? ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണ്ട. ഇനി നമ്മൾ കൊടുക്കാവുന്നതാണ് എലിജിബിൾ ITC. എലിജിബിൾ ITC എത്ര ITC അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുക, എലിജിബിൾ ITC ക്ലിക്ക് ചെയ്യുക. എലിജിബിൾ ITC ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ ഒരു B2B ആ എക്സൽ ഷീറ്റ് എടുക്കുക. B2Bയിലോട്ട് പോവുക. എന്നിട്ട് ഇവിടെ ഫസ്റ്റ് തന്നേക്കുന്ന ഫീൽഡ് ആണ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഇപ്പൊ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിന് എന്തെങ്കിലും എമൗണ്ട് ഉണ്ടോ നോക്കാം. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിന് നേരെ എമൗണ്ട്സ് ഒന്നും തന്നിട്ടില്ല. കണ്ടോ? ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് ഫുള്ള് 0 ആണ് കിടക്കുന്നത്. ITC അവൈലബിള് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് 0 ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇമ്പോർട്ട് ഓഫ് ഗുഡ് 0 കൊടുക്കുക, സെസ്സും 0 കൊടുക്കുക. സെസ്സും എമൗണ്ട് ഒന്നും തന്നിട്ടില്ല. അടുത്തത് ഇമ്പോർട്ട് ഓഫ് സർവീസ്. ഇമ്പോർട്ട് ഓഫ് സർവീസും ഇവിടെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെയും 0 കൊടുക്കാം. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സും ഇമ്പോർട്ട് ഓഫ് സർവീസസും നമ്മൾ എന്ത് ചെയ്തു? 0 എൻ്റർ ചെയ്ത് കൊടുത്തു. അടുത്തതാണ് ഇൻവേഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ്. ഇൻവേഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ്. ഇൻവേഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ് എന്നുള്ളത് അതും നമുക്ക് എന്തില്ല? ഇൻവേഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ്. കണ്ടോ? ഇൻവേഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജും 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെയും 0 എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും കൊടുത്തു. ഇനി ഇൻവേഡ് സപ്ലൈസ് ഫ്രം ISD. കണ്ടോ? ഇൻവേഡ് സപ്ലൈസ് ഫ്രം ISD അതും എന്താണ്? 0. ഇൻവേഡ് സപ്ലൈസ് ഫ്രം ISD അതും 0 ആണ്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുക? 0 കൊടുത്തു. ഇനി ഓൾ അതർ ITC. ഓൾ അതർ ITC നോക്കാം. മോളിൽ കണ്ടോ? ഓൾ അതർ ITC സപ്ലൈസ് ഫ്രം രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ റിവേഴ്സ് ചാർജ്. ഓൾ അതർ ITC ഇവിടെ എമൗണ്ട് ഉണ്ട്. ഈ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇന്റഗ്രേറ്റഡ് ടാക്സ് ഇത്രയാണ്, TGST ഇത്രയാണ്, SGST ഇത്രയാണ്. സെസ് ഒന്നുമില്ല, 0 കൊടുത്തു. കണ്ടോ? IGST, CGST, SGST, സെസ്. അപ്പൊ നമ്മൾ ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്തു? അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇത്രയും ഓക്കെ ആണോ? ഓൾ അതർ ITCയുടെ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുത്ത ഓക്കെ ആണോ കാർത്തിക്? ഓക്കെ. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ITC റിവേഴ്സ്. ITC റിവേഴ്സ് നമ്മൾ
എന്തെങ്കിലും ITC റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. ആസ് പെർ റൂൾ 42 and 43 ഓഫ് GST, CGST, SGST റൂൾസ്. അപ്പൊ നമുക്ക് അത് എന്തെങ്കിലും എമൗണ്ട് ഉണ്ടോ നോക്കാം. ഇവിടെ അങ്ങനെ ഒരു കേസ് പറയുന്നില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ 0 എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തത് അതേഴ്സ്, ITC റിവേഴ്സ് അതേഴ്സ് ഉണ്ടോ നോക്കാം. കണ്ടോ, ITC റിവേഴ്സിന് അതേഴ്സ് ഉണ്ട്. അതേഴ്സ് ഇവിടെ എമൗണ്ട് തന്നിട്ടുണ്ട്. CGSTയും SGSTയും കുറച്ച് എമൗണ്ട് ഉണ്ട്. CGSTയും SGSTയും എമൗണ്ട് ഉണ്ട്. IGSTക്ക് എമൗണ്ട് ഇല്ല, 0 കൊടുത്തു. CGST എൻ്റർ ചെയ്തു, അതുപോലെ SGST എൻ്റർ ചെയ്തു. സെസ് ഇല്ല, സെസ് നമ്മൾ 0 കൊടുത്തു. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇതാട്ടോ നെറ്റ് ITC അവൈലബിൾ. ഇവിടെ കുറച്ച് എമൗണ്ട്സ് വന്നിട്ടുണ്ട്. നമ്മൾ മോളിൽ കൊടുത്ത ഓൾ അതർ ITC റിവേഴ്സ്ഡ് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് ഇത്ര എമൗണ്ട് കിട്ടി. നമ്മൾ എന്ത് ചെയ്യുക, നമ്മള് ഒന്ന് എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കാം. ഞാനിപ്പോ ആ ഒരു ഇൻവോയ്സ് ഡീറ്റെയിൽസിൽ അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുവാണേ. ഞാൻ ഈ ഷീറ്റ് 1 ഓക്കെ. നെറ്റ് ITC അവൈലബിൾ. IGST, CGST, SGST ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഇവിടെ കണ്ടോ ഇനെലിജിബിൾ ITC എന്ന് പറയുമ്പോൾ നമ്മൾ GSTR 2Bയിൽ പോയിട്ട് എന്ത് ചെയ്യാ, ITC നോട്ട് അവൈലബിൾ നോക്കാം. ITC നോട്ട് അവൈലബിൾ, ഇവിടെ ഫുൾ എമൗണ്ട് 0 അവൈലബിൾ അല്ലാത്ത ITC ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യാ, 0 എൻ്റർ ചെയ്ത് കൊടുക്കുക. എല്ലാ കുളത്തിലും 0 എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇത്ര ഓക്കെ ആണോ? നെറ്റ് ITC അവൈലബിൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു സ്ക്രീനിന്റെ ഫോട്ടോയും കൂടെ വേണമെങ്കിൽ എടുത്തു, എടുത്തു വെച്ചു. എടുത്തോ, ഫോട്ടോ എടുത്തോ. ഇനി നമ്മൾ ഇവിടുത്തെ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തപ്പം അത് സേവ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ എങ്ങോട്ട് വന്നു, ബാക്കിലോട്ട് വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു സെയിൽസ് ഔട്ട്വേഡ് സപ്ലൈഡ് സമ്മറി എൻ്റർ ചെയ്തു, എലിജിബിൾ ITCയും എൻ്റർ ചെയ്തു. ഔട്ട്വേഡ് സപ്ലൈഡ് സമ്മറിയും കൊടുത്തു, എലിജിബിൾ ITCയും കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവ് GSTR 3B കൊടുക്കാം. സേവ് GSTR 3B നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് പോവാം. അപ്പൊ നമ്മളിവിടെ സേവ് GSTR 3B ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രൊസീഡ് ടു പേയ്മെന്റ് എന്താവും, ഓപ്പൺ ആയി വരും. സേവ് GSTR 3B നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രൊസീഡ് ടു പേയ്മെന്റ് നമുക്ക് ഇവിടെ ആക്റ്റീവ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊസീഡ് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡ് ടു പേയ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ 2 ഷീറ്റ് കാണിക്കും, രണ്ട് ടേബിൾസ് കാണിക്കും. ഇതിൽ രണ്ടാമത്തെ ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ GSTയുടെ സെറ്റ് ഓഫ് റെക്കോർഡ് ചെയ്ത് കൊടുക്കണം. GST സെറ്റ് ഓഫ് റെക്കോർഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഇൻവോയ്സ് ഡീറ്റെയിൽസിൽ പോയിട്ട് GST സെറ്റ് ഓഫ് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ എലിജിബിൾ ITC ഇതാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് കുറച്ച് താഴത്തോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ട് GST. ഇതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് GST എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ പോവാ. ഔട്ട്പുട്ട് IGST കണ്ടുപിടിക്കണം, SGST കണ്ടുപിടിക്കണം, CGSTയും കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ എവിടെ പോവാ, സെയിൽസ് രജിസ്റ്ററിൽ പോയി ഇവിടുത്തെ ഫിൽറ്റർ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. സെലക്ട് ഓൾ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, IGSTയുടെ ടോട്ടൽ വരുന്നത് 9680 ആണ്. അപ്പൊ ഞാനിവിടെ 9680 കൊടുത്തു. ഔട്ട്പുട്ട് 9680.
80. CGST ടോട്ടൽ വരുന്നത് 23,500 ആണ്. അപ്പൊ അത് ഞാനിവിടെ എൻട്രി കൊടുക്കും. 23,500, 23,500, 23,500, 23,500. ഇനി നമുക്ക് ബാലൻസ് എത്ര ഉള്ളത് നോക്കാം. ബാലൻസ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ IGST കേസ് നോക്കിയാൽ ഇത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. കാരണം ഇൻപുട്ട് ഔട്ട്പുട്ടിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പം ഈ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻപുട്ടിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിട്ട് പറ്റും. ഈ ഔട്ട്പുട്ട് ഇൻപുട്ടിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിട്ട് പറ്റും. അപ്പൊ ഈ 11,520 9,680 കുറച്ച് കഴിയുമ്പോൾ ബാലൻസ് ഉള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ITC ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ? മിച്ചം എമൗണ്ട് ഉണ്ടല്ലോ ഇൻപുട്ടില്. ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? മിച്ചം എമൗണ്ട് ഉണ്ട്. അപ്പൊ നമുക്കത് എത്രയാന്ന് നോക്കാം. ഈസിക്കൽ ടു ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട്. ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ 1,840 രൂപ എന്തുണ്ട്? ഇൻപുട്ട് IGST ആയിട്ട് നമ്മുടെ കയ്യിൽ ഇനിയും ഉണ്ട്, ബാലൻസ് ഉണ്ട്. ഇൻപുട്ട് IGST ആയിട്ട് നമ്മുടെ കയ്യിൽ ഇനിയും ബാലൻസ് എമൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മള് എന്ത് ചെയ്യാൻ പോവാ? ഇനി 6,135 നമ്മുടെ കയ്യിൽ ഇൻപുട്ട് CGST ഉള്ളത്. പക്ഷെ ഔട്ട്പുട്ട് CGST എത്ര ഉള്ളത്? 23,500 ഉണ്ട്. പക്ഷെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇൻപുട്ട് കുറവാണ്, ഔട്ട്പുട്ട് കൂടുതലാണ്. സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇബ, അനീന, കാർത്തിക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? 6,000 അത്രയും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഉള്ള എമൗണ്ട്, അതായത് 6,135 രൂപ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഫുൾ എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ബാലൻസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പേ ചെയ്യണ്ടേ? ബാലൻസ് എമൗണ്ട് GST പേയബിളില് പേ ചെയ്യണം. അപ്പൊ പേ ചെയ്യാനുള്ള എമൗണ്ട് കണ്ടുപിടിക്കാം. അപ്പൊ പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൂടെ കൊടുക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? CGST, IGST ഇത്ര എമൗണ്ട് ബാലൻസ് ഉണ്ട്, 1,840 രൂപ ബാലൻസ് ഉണ്ട്. ആ ഒരു എമൗണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ CGSTയും SGSTയും IGSTയും നമുക്ക് IGST സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ CGST എന്ത് ചെയ്യാം? ഈ IGST സെറ്റ് ഓഫ് ചെയ്ത് വിടാം. CGST IGST കൂടെ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ പേയബിൾ എത്രയാന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് ഈസിക്കൽ ടു ഔട്ട്പുട്ട് എമൗണ്ട് വരുന്നത് 23,500 ആണ്, മൈനസ് ഇൻപുട്ട് ഇവിടെ ഉള്ളത് 6,135 ആണ്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 1,840 കൂടെ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ വേണ്ടിട്ട് പറ്റും. അപ്പൊ 1,840 കുറച്ചു. ഇനി നമുക്ക് CGST പേ ചെയ്യാനുള്ളത് 15,525. അപ്പൊ 15,525 വന്നത് എങ്ങനെയാ നോക്കിയാണോ? 15,525. കാർത്തിക് ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് എന്തില്ല, ഇവിടുത്തെ 1,840 തീർന്നു. 1,840 തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് SGST സെറ്റ് ഓഫ് ചെയ്യാം. SGST സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഈസിക്കൽ ടു ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്. ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് 23,500 മൈനസ് 6,135. ഇനി നമ്മളെ ഗവൺമെന്റിലോട്ട് പേ ചെയ്യാനുള്ളത് 15,525 CGSTയും 17,365 SGST ആണ് എന്ത് ചെയ്യാനുള്ളത്? ഗവൺമെന്റിലോട്ട് പേ ചെയ്യാനുള്ളത്. അപ്പൊ ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യണം. ഈ ഒരു ഡേറ്റ വെച്ചിട്ട് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യണം. ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യുമ്പോൾ IGST എത്രയാണ് പേ ചെയ്യാനുള്ളത്, CGST എത്രയാണ് പേ ചെയ്യാനുള്ളത്, SGST എത്രയാണ് പേ ചെയ്യാനുള്ളത്, സെസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ IGST നമുക്ക് എന്തെങ്കിലും പേ ചെയ്യാനുണ്ടോ? 0 ആയില്ലേ? 0 ആയി. IGST 0 ആയി. അപ്പൊ നമ്മൾ ഇവിടെ 0 കൊടുക്കുവാണ്. CGST എത്ര പേ ചെയ്യാനുണ്ട്? 15,000. സോറി, IGST നമുക്ക് പേ ചെയ്യാനുള്ളത് 9,680 ആണ്. അപ്പൊ നമുക്കത് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. 9,680 ആണ് IGST ടോട്ടല്. CGST ടോട്ടൽ വരുന്നത് 23,500. 23,500 കൊടുത്തു. SGSTയും 23,500 ആണ്. സെസ് വരുന്നത് 0. അതർ ദാൻ റിവേഴ്സ് ചാർജ് ടാക്സ് പേയബിൾ, നമ്മൾ പേ ചെയ്യാനുള്ള നമ്മുടെ ഔട്ട്പുട്ട് ടാക്സിന്റെ ടോട്ടൽ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഔട്ട്പുട്ട് ടാക്സിന്റെ ടോട്ടൽ ആണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഔട്ട്പുട്ട് IGST ഇത്ര എമൗണ്ട് ഉണ്ട്,
ഔട്ട്പുട്ട് CGST ഇത്ര എമൗണ്ട് ഉണ്ട്, ഔട്ട്പുട്ട് SGST ഇത്ര എമൗണ്ട് ഉണ്ട്. അത് ഓക്കെ ആണോ? ആ ഒരു കോളം ഫില്ല് ചെയ്തത്. ഓക്കെ, ഇനി ഇത് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം IGST നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ IGST, CGST, SGST യൂസ് ചെയ്യാൻ പറ്റും. CGST നോക്കിയേ, IGSTയും CGSTയും മാത്രമേ പറ്റുള്ളൂ. SGST നോക്കിക്കേ, IGSTയും SGSTയും മാത്രമേ പറ്റത്തുള്ളൂ. സെസ്സിന് സെസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ IGST എവിടെ നിന്നാണ് സെറ്റ് ഓഫ് ചെയ്തേക്കുന്നത് ചോദിക്കുന്നത്. IGST എവിടെ നിന്നാണ് സെറ്റ് ഓഫ് ചെയ്തേക്കുന്നത്? IGST എവിടെ നിന്നാണ് സെറ്റ് ഓഫ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഇത്ര എമൗണ്ട് നമ്മൾ എവിടുന്നാ എടുത്തേ? IGSTയിൽ ഒരു ഇത്ര എമൗണ്ട് ഉണ്ടായിരുന്നു, ഇത് നമ്മൾ IGST തന്നെയല്ലേ എടുത്തേ, അതുകൊണ്ട് ഇവിടെ ആ ഒരു എമൗണ്ട് കൊടുത്തു. CGST ഒന്നും സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടില്ല, SGST എടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 0 കൊടുത്തു. മനസ്സിലായോ? IGST ഫുൾ ആയിട്ട് നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? IGST തന്നെയാണ് സെറ്റ് ഓഫ് ചെയ്തേക്കുന്നത്. IGST എമൗണ്ട് ഫുള്ളും IGST തന്നെയാണ് സെറ്റ് ഓഫ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ആ ടോട്ടൽ എമൗണ്ട് IGSTയിൽ തന്നെ കൊടുത്തു. ഓക്കെ ആണോ? ഇനി നമുക്ക് CGST നോക്കാം. CGST 23,500 രൂപയായിരുന്നു പേ ചെയ്യാനുണ്ടായിരുന്നത്. ഇതില് 23,500-ല് ഒരു 1,840 നമ്മൾ എവിടുന്ന എടുത്തേക്കുന്നത്? IGST എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ 1,840 അല്ലേ? അതെ, 1,840 IGST കൊടുക്കാം. 1,840 IGST എടുത്തു. ബാക്കി എമൗണ്ട് എവിടുന്ന് എടുത്തു? ബാക്കി എമൗണ്ട് നമ്മള് CGST എടുത്തു. CGSTയിൽ എത്ര എമൗണ്ട് ആയിരുന്നു ഉള്ളത്? 6,135. 6,135 നമ്മളിവിടെ കൊടുത്തു. 23,500-ല് IGST 1,840 സെറ്റ് ഓഫ് ചെയ്തു. CGST 6,135 സെറ്റ് ഓഫ് ചെയ്തു. SGSTയിൽ വരുമ്പോഴോ, SGSTയിലും 6,135 നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നത്. സെറ്റ് ഓഫ് ചെയ്യുന്നത് മീൻസ് ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് 6,135. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ അല്ലായിരുന്നു, ഓക്കെ, ഇവിടെ SGST ആണ് നമ്മൾ എടുത്തത്. ആ ഒരു എമൗണ്ട് അവിടെ കൊടുത്തു. IGST നമുക്ക് SGST സെറ്റ് ഓഫ് ചെയ്യാൻ ഒരു എമൗണ്ട് കിട്ടിയിട്ടില്ല, അപ്പൊ നമ്മൾ അവിടെ എന്ത് കൊടുക്കുക? 0 കൊടുക്കാം. ഇനി സെസ്സിന്റെ ഇവിടെ നമുക്ക് 0 കൊടുക്കാം. സെസ് ഒന്നും ഇല്ലല്ലോ, 0 കൊടുത്തു. അപ്പൊ ഇത്രയും ഫില്ല് ചെയ്തത് ഓക്കെ ആണോ? IGST നമ്മൾ ഫുൾ ആയിട്ട് എന്ത് ചെയ്തു? IGST സെറ്റ് ഓഫ് ചെയ്തു. CGST നമ്മൾ എന്ത് ചെയ്തു? CGST ഫുള്ള് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ല, എന്നാലും നമ്മൾ IGST കുറച്ച് എമൗണ്ട് എടുത്തു, CGST കുറച്ച് എമൗണ്ട് എടുത്തു. ആ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ SGST കൊടുക്കാനുണ്ടായിരുന്ന എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് IGST നമുക്കൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ SGSTയിൽ ഉണ്ടായിരുന്ന എമൗണ്ട് വെച്ചിട്ട് മാത്രമാണ് സെറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ അതർ ദാൻ റിവേഴ്സ് ചാർജ് ടാക്സ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ്, നമ്മൾ ക്യാഷ് ആയിട്ട് എത്ര എമൗണ്ട് ആണ് പേ ചെയ്യേണ്ടതെന്നാ ചോദിച്ചിരിക്കുന്നത്. എത്ര എമൗണ്ട് ആണ് പേ ചെയ്യേണ്ടത്? നമ്മൾ IGST എന്ത് ചെയ്തിട്ടുണ്ട്? ഫുൾ ആയിട്ട് സെറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. IGST ഫുൾ ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് 0 കൊടുത്തു. ഇനി CGST നമ്മൾ എത്ര ഗവൺമെന്റിലോട്ട് പേ ചെയ്യാനുള്ളത്? CGST 15,525 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഗവൺമെന്റിലോട്ട് പേ ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഒരു എമൗണ്ട് അവിടെ എൻ്റർ ചെയ്തു. SGST എത്ര പേ ചെയ്യണം? 17,365. 17,365 ആണ് SGST പേ ചെയ്യാനുള്ളത്, അതും കൊടുത്തു. സെസ് നമുക്കൊന്നും പേ ചെയ്യാനില്ല, 0 കൊടുത്തു. ഇത്ര ഓക്കെ ആണോ? അനീന, കാർത്തിക്, നമ്മൾ എത്ര എമൗണ്ട് ആണോ ഇനി ഗവൺമെന്റിലോട്ട് പേ ചെയ്യാനുള്ളത്? IGST ഒന്നുമില്ല, CGST SGSTയും എത്ര എമൗണ്ട് ആണോ പേ ചെയ്യാനുള്ളത് അത് കൊടുത്തു. സെസ്സും ഒന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യാം. സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അഡീഷണൽ ക്യാഷ് റിക്വയർഡ് എന്ന് ചോദിക്കും. അഡീഷണൽ ആയിട്ട് എത്ര ക്യാഷ് റിക്വയർഡ് ആയിട്ടുണ്ട്? അപ്പൊ നമ്മളിവിടെ 0 കൊടുക്കുക. ഇവിടെ എത്രയാ ക്യാഷ് ഇനി കൊടുക്കാനുള്ളത്? ആ സെയിം എമൗണ്ട്, ഈ സെയിം എമൗണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. 17,365 ആണ് നമ്മുടെ അഡീഷണൽ ക്യാഷ് റിക്വയർഡ് SGSTയുടെ വരുന്നത്. സെസ് 0. ഈ സെയിം ഡേറ്റ തന്നെ എന്ത് ചെയ്യാം? ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണോ? അനീന, ഓക്കെ. അപ്പൊ നമ്മള് ഇത്രയും ഡേറ്റാസ് എൻ്റർ ചെയ്ത് കൊടുത്തു. ഇത്രയും ഡേറ്റാസ് എൻ്റർ ചെയ്തു. ഇനി ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പോ എന്താ ചെയ്തത്? പ്രാക്ടീസ് പോർട്ടിലാണ് ഈ ഒരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തത്. അപ്പൊ ശരിക്കും റിയൽ GST സൈറ്റിൽ നമ്മൾ ഡേറ്റാസ് എൻ്റർ ചെയ്യുമ്പോൾ എന്ത് വരും?
ഇവിടെ ഈ ഡേറ്റാസ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഈ ഡേറ്റാസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മൾ എന്ത് ചെയ്യണ്ട, കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഡേറ്റാസ് എൻ്റർ ചെയ്ത് കൊടുക്കണ്ട. കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഡേറ്റാസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് പോവാം. പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നമ്മൾ ക്രിയേറ്റ് ചെല്ലാൻ കൊടുക്കാം. ക്രിയേറ്റ് ചെല്ലാൻ പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെല്ലാൻ കൊടുത്തു. ഇവിടുന്ന് CGST, IGST, സെസ്, SGST ഇത്രയും ഡേറ്റാസ് എത്രയാണോ എമൗണ്ട് കൊടുക്കാനുള്ള ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം, എൻട്രി ചെയ്ത് കൊടുക്കുക. CGST എത്രയാണ് കൊടുക്കാനുള്ള? CGST കൊടുക്കാനുള്ളത് 15,525. IGST എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? IGST ഒന്നും കൊടുക്കാനില്ല, 0 കൊടുത്തു. സെസ് ഒന്നും കൊടുക്കാനില്ല, 0 കൊടുത്തു. SGST എത്ര കൊടുക്കാനുള്ളത്? 17,365 അല്ലെ? 17,365 അല്ലേ കൊടുക്കാനുള്ളത്? 17,365 കൊടുത്തു. ടോട്ടൽ ചെല്ലാൻ എമൗണ്ട് ഇവിടെ വന്നു. എത്ര എമൗണ്ട് നമ്മൾ ഗവൺമെന്റിലോട്ട് പേ ചെയ്യണം എന്നുള്ളത് ഈ 15,525 പ്ലസ് 17,365 ടോട്ടൽ ചെല്ലാൻ എമൗണ്ട് വന്നു. ഓക്കെ ആണോ? ആ ഒരു ഫീൽഡ് ഫില്ല് ചെയ്യുന്ന എങ്ങനെ നോക്കിയാണോ? കാർത്തിക്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് പേയ്മെന്റ് മോഡ് സെലക്ട് ചെയ്യാം. നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് ഈ പേയ്മെന്റ് ആണ്. അപ്പൊ പേയ്മെന്റ് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ കണ്ടോ, ജനറേറ്റ് ചെല്ലാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആക്റ്റീവ് ആയി വന്നു. ജനറേറ്റ് ചെല്ലാൻ. അപ്പൊ ഞാനിവിടെ ജനറേറ്റ് ചെല്ലാനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചെല്ലാൻ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ ഡാറ്റാസ് ഫില്ല് ചെയ്ത് കൊടുത്തു, ഈ പേയ്മെന്റ് സെലക്ട് ചെയ്തു, ജനറേറ്റ് ചെല്ലാൻ കൊടുത്തു. ഇപ്പം ചെല്ലാൻ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു, ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് ടു പേയ്മെന്റ്. നമ്മൾ ചെല്ലാൻ ക്രിയേറ്റ് ചെയ്തു, ഇനി നമ്മൾ പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം. പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്യാം. ബാക്ക് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പഴയ ആ പേജിലോട്ട് പോകും. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡേറ്റാസ് ഒക്കെ എന്താവും, റിമൂവ് ആവും. നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡേറ്റാസ് ഒക്കെ റിമൂവ് ആവും. അപ്പൊ നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. നമ്മൾ ആ ഡേറ്റാസ് ഒന്നും പിന്നെ ഒന്നുകൂടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടുന്ന് മേക്ക് പേയ്മെന്റ് ഓർ പോസ്റ്റ് ക്രെഡിറ്റ് ടു ലെഡ്ജർ. നമ്മൾ മേക്ക് പേയ്മെന്റ് ഓർ പോസ്റ്റ് ക്രെഡിറ്റ് ടു ലെഡ്ജർ. നമ്മൾ പേയ്മെന്റ് കൊടുക്കാൻ പോവാണ്. നമ്മൾ മേക്ക് പേയ്മെന്റ് ഓർ പോസ്റ്റ് ക്രെഡിറ്റ് ടു ലെഡ്ജർ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഓഫ്സെറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. ഓഫ്സെറ്റ് സക്സസ്ഫുൾ. ഇത് നമ്മൾ ഓക്കെ കൊടുത്ത് ക്ലോസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ കണ്ടോ, പ്രൊസീഡ് ടു ഫയൽ എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ആയി വരും. പ്രൊസീഡ് ടു ഫയൽ. അപ്പൊ നമ്മൾ പ്രൊസീഡ് ടു ഫയലിൽ ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡ് ടു ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ GSTR 1 കണ്ട ആ സെയിം സ്ക്രീനാണ്. GSTR 1 നമ്മൾ ഈ ഒരു സ്ക്രീൻ കണ്ടില്ലായിരുന്നോ? ഇവിടെ നമ്മൾ ഡിക്ലറേഷൻ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫയൽ വിത്ത് DSC ഉണ്ട്, ഫയൽ വിത്ത് EVC ഉണ്ട്. ഫയൽ വിത്ത് DSC എന്ന് പറഞ്ഞാൽ എന്താ? ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റിനാണ് നമ്മൾ DSC എന്ന് പറയുന്നത്. EVC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ്. ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫയൽ വിത്ത് EVC സെലക്ട് ചെയ്യുക. 1 ടൈം പാസ്വേഡ്, നമ്മുടെ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP 1234 ആണ്. OTP 1234 ആണ്. OTP കൊടുത്തു, വേരിഫൈ ക്ലിക്ക് ചെയ്തു. OTP കൊടുത്ത് വേരിഫൈ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ, GSTR 3B ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഇതിൽ എന്ത് വന്നിട്ടുണ്ട്, സ്റ്റാറ്റസ് ഫയൽഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സ്റ്റാറ്റസ് ഫയൽഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ ആണോ? GSTR 3B എങ്ങനെ ഫയൽ ചെയ്യുന്നതെന്ന് ഓക്കെ ആണോ? കാർത്തിക്, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു JNK ഷോപ്പിന്റെയും പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ അതിൽ IMEED എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. IMEED അതും കൂടെ ഒന്ന് ചെയ്യണേ.